ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നൊരു ചിക്കൻ കൊണ്ട് ലോലിപോപ്പ് ഉണ്ടാക്കുകയാണ്. എല്ലില്ലാത്ത കുറച്ച് പീസ് ചിക്കൻ എടുത്ത് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി വെച്ചതാണ്. ഇത്രയും ചിക്കനാണ്. ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ്. വലിയ സവാളയായിരുന്നു, അതുകൊണ്ട് കഷ്ണമുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചിക്കനിൽ ഉപ്പിട്ടതാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ, ഒരു ചെറിയ ടീസ്പൂണ് മസാല, 1/2 സ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് കുരുമുളക്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് ഒരു 3 സ്പൂണ് മൈദ ഇട്ടാ, 3 സ്പൂണ് മൈദ, റസ്ക് പൊടി, 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കുഴയ്ക്കുക. ഇത് ഇതുപോലെ തന്നെ കുഴച്ചേക്കണം. ഞാൻ 2 സ്പൂണ് ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ തക്കാളിയുടെയും സവോളയുടെയും വെള്ളം ഇറങ്ങുമ്പോൾ പൊടിയുടെ കുറവ് വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 വലിയ സ്പൂണ് പൊടിയും കൂടി ഇട്ടു. അത് ഇതുപോലെയാണ് ഉണ്ടാക്കണത്. എഗ് ലോലിപോപ്പ് ഉണ്ടാക്കിയപ്പോൾ പിള്ളേർക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ്, അപ്പോൾ അത് കുറച്ച് ദിവസം എടുത്ത് വെച്ചേക്കണം. പനി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും പനി അങ്ങോട്ട് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയത്തെ അസ്വസ്ഥതകളൊന്നും മാറിയില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ചിക്കൻ ലോലിപോപ്പിന് ഉരുട്ടി വെച്ചേക്കണത്, ബോൾ പോലെയാക്കി വെച്ചേക്കണത്. അതിന് മുക്കി പൊരിക്കാനായിട്ട് 2 മുട്ട ഞാൻ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കട്ടെ. ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഉടയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് മിക്സ് ആവും.
ഉണ്ട്. മുട്ട മിക്സായി. മുട്ട മിക്സായിട്ടുണ്ട്. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കണം. പലഹാരം പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താണ്. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ഇതൊന്ന് മുക്കിയെടുക്കട്ടെ. മുട്ടയിൽ മുക്കി ബ്രെഡിൽ കോട്ട് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ തീയൊന്ന് കുറയ്ക്കട്ടെ. ഞാൻ ഈ പലഹാരം ഇട്ട് കൊടുക്കണം. ഒരു വശം ഒന്ന് അങ്ങോട്ട് മൊരിയട്ടെ. ചിക്കൻ ലോലിപോപ്പ് ഈ രീതിയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തേക്കണേ. ഒരു ട്രിപ്പ് ഇത് വെന്തു, രണ്ടാമത്തെ ഇട്ട് കൊടുത്തേക്കണം. ഒരു വശം മൊരിഞ്ഞു കൊണ്ടിരിക്കണു. അത് ഞാൻ മറിച്ചിടട്ടെ. ചിക്കന് കൊണ്ട് ഉണ്ടാക്കിയ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സോസ് കൂട്ടി സോസിൽ മുക്കി പിള്ളേർ വന്നിട്ടുണ്ട്. ഒന്ന് ഇപ്പുറത്ത് വെച്ചത് സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.